നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഒക്കെ മൊബൈൽ ഫോണിലുണ്ടാവും ട്രാൻസ്ലേറ്റ്, ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ആ ഒരു അപ്ഡേറ്റ്, ആ ഒരു അപ്ഡേറ്റ് കൊണ്ട് നമുക്കുള്ള ഗുണം എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഫീച്ചർ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക. നിങ്ങളുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്നുള്ള ഈ ഒരു ആപ്പ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ലഭിക്കും. നിങ്ങളുടെ മെയിൽ ഐ ഡി ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യണം. ഞാൻ ഉദാഹരണത്തിന് ഇവിടെ റിവിഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അത് കാണാൻ സാധിക്കും പുനരവലോകനം എന്നുള്ളത്. ഞാനതിവിടെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് താഴെ ഭാഗത്തേക്ക് നോക്കുക. നേരത്തെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നമുക്ക് ഇത്രയും സൗകര്യം കാണാൻ സാധിക്കുമായിരുന്നില്ല. അതിവിടെ റിവിഷൻ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. നിങ്ങൾ എന്ത് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. വെൽക്കം എന്ന് വേണമെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ എന്താണോ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നത്, അതായത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിലൂടെ നിങ്ങൾക്ക് എന്തിൻ്റെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റാണ് അറിയേണ്ടതെങ്കിൽ നമ്മളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം, ഞാനിവിടെ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്ത് ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേറ്റ് ഇവിടെ കാണും, പുനരവലോകനമെന്ന്. ഇനി നമ്മൾ കുറച്ച് താഴോട്ട് പോകാം. ഇവിടെ അത് നൗൺ എന്താണെന്ന് ഇവിടെ കാണാൻ സാധിക്കും. എങ്ങനെയാണ് റിവിഷൻ എന്നുള്ളതിൻ്റെ അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ആ ഒരു ഞാനിപ്പോൾ സെർച്ച് ചെയ്ത റിവിഷൻ എന്നുള്ളതിൻ്റെ ഡെഫിനിഷനായിട്ട് നമുക്കിവിടെ ഒരുപാട് വേർഡുകൾ കാണാം. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന, നിങ്ങൾക്ക് ഒരേ വാക്കിൻ അതിൻ്റെ മറ്റു വേർഡുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ലെറ്ററൊക്കെ ടൈപ്പ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ സാഹിത്യത്തിലൂടെ നമുക്ക് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ ലഭിക്കും. അപ്പോൾ നമ്മളിവിടെ ഓരോന്നും സെലക്ട് ചെയ്ത് നോക്കിയാൽ ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് കൊടുത്താൽ മതി. അതെന്താണെന്നുള്ള ഒരു മലയാളം ട്രാൻസ്ലേറ്റ് ഇവിടെ ലഭിക്കും. പിന്നെ ഇത് താഴെ ഭാഗത്തേക്ക് വരുമ്പോഴാണ് നമുക്കിത് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കാം. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ക്ലിക്ക് കൊടുത്താൽ മതി. അതിൻ്റെ മലയാളത്തിൻ്റെ വിവർത്തനം നമുക്ക് ലഭിക്കും. നേരത്തെ പുനരാവിഷ്കാരം എന്നുള്ളപ്പോൾ ഇവിടെ പുനരാലോചന എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണോ സെർച്ച് ചെയ്ത് അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വേർഡുകളൊക്കെ ഇതിനകത്ത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതായത് ഒരു ഡിക്ഷണറി എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ തന്നെ ഒരു ട്രാൻസ്ലേറ്റ് വേണമെങ്കിൽ അതും പറയാം. രണ്ടും കൂടെ സൗകര്യപ്പെടുത്തി ഗൂഗിൾ കൊണ്ടുവന്ന ഒരു കിഡൻ അപ്ഡേറ്റ് ആണ്. സാധാരണ ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെ യൂസ്ഫുള്ളായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അപ്ഡേറ്റുകൾ അപ്പോൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.